മനസ്സറിഞ്ഞ സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. ഒരു മനസ്സറിഞ്ഞ സ്വലാത്ത്. താബികളിൽ പ്രസിദ്ധനായിരുന്ന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു പെണ്ണ് ഒരിക്കൽ ഹസനുൽ ബസരിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു മോളുണ്ടായിരുന്നു, ആകെ ഒരു മോളെന്നെ ഉള്ളൂ, അവൾ മരിച്ചു, എനിക്ക് ഓളൊന്ന് ഉറക്കത്ത് കാണണം, അതിന് നിങ്ങളൊന്ന് ഒരു വഴി എന്തേലും പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അതിൽ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മരിച്ചുപോയ മോളെ ഉറക്കത്ത് കാണാനുള്ള എന്തോ ഒന്ന് ചെല്ലാൻ പറഞ്ഞു കൊടുത്തു. മകളൊന്നെനിക്കുണ്ടായിരുന്നു മരിച്ചുപോയി, അവളൊന്നെനിക്കിനി കാണണം സ്വപ്നത്തിലായി, അതിനുള്ള വഴിയും താങ്കളിൽ നിന്നാണ്, കിട്ടേണ്ടതും അതു തേടി വന്നവളാണ്. ചില പാട്ടന് പാടിയ സെനത് മുത്തസിലാവും. അങ്ങനെയുള്ള ഇനി എവിടെ അത് പറഞ്ഞു എന്ന് ചോദിക്കൂല, അതിന് വേണ്ടിയിട്ടാണ് പാട്ട് പാടുന്നത്. അങ്ങനെയുണ്ട്, ചില പാട്ട് പാടിയാൽ അങ്ങനെ ഉണ്ടാവും. മകളൊന്നെനിക്കുണ്ടായിരുന്നു മരിച്ചുപോയി, അവളൊന്നെനിക്കിനി കാണണം സ്വപ്നത്തിലായി, അതിനുള്ള മാർഗം താങ്കളിൽ നിന്നാണ്, കിട്ടേണ്ടതും അതു തേടി വന്നവളാണ്. എന്തോ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, മുപ്പത്തിയേഴ് പോയി അത് ചെയ്തു. ഉറക്കത്തിൽ മോളെ കണ്ടു നോക്കുമ്പോ കയ്യും കാലും ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നു. കയ്യും കാലൊക്കെ ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് ആകെ അദാബിലാണ്. കാണേണ്ടിയിരുന്നില്ലാന്നായി. പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കണ്ടു, കാണേണ്ടിയിരുന്നില്ലാന്നായി, എൻ്റെ കുട്ടി വല്ല അദാബിലാണല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനും സങ്കടായി. മഹാനവറുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. പിറ്റേന്ന് ഈ പെണ്ണിനെ ഹസനുൽ ബസരി സ്വപ്നത്തിൽ കണ്ടു. ഈ മകള് മരിച്ചു എന്ന് പറഞ്ഞ ആ മകളെ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടു. വലിയൊരു കിരീടമൊക്കെ വെച്ചിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കണ്ടത്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എനിക്ക് ഇത്ര വലിയ ദർജ കിട്ടാൻ എന്തേ കാരണം? അയിലാ പെണ്ണ് പറഞ്ഞു, കിടക്കുന്ന മഖ്ബറ തൊട്ടടുത്തു നടന്നുപോയി, ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി. കിടക്കുന്ന മഖ്ബറ തൊട്ടടുത്തു നടന്നുപോയി, ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി. അതിൽ പെട്ടി ഞാനും വന്നു കിട്ടി നജാത്ത്. സുഹൃത്തുക്കളെ അത് കൊണ്ട് ചൊല്ലു സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ബറിന്റെ അടുത്ത് കൂടെ ഒരാൾ നടന്നു പോയപ്പോൾ ഒരു സ്വലാത്ത് ഇല്ലതാണ്. എല്ലാവർക്കും കിട്ടിയപ്പോൾ എനിക്കും കിട്ടി. അങ്ങനെ എൻ്റെ എല്ലാ അദാബുകളും തീർന്ന് എനിക്ക് സ്വർഗത്തിലെ കിരീടം ധരിപ്പിക്കപ്പെട്ടു എന്ന ആ പെണ്ണ് സയ്യിദുന